കേരളത്തിൽ ജാതി ഉണ്ട് എന്ന് പറഞ്ഞ് പാട്ടുപാടിയ വേടനെ തെറി വിളിച്ച എല്ലാ ആൾക്കാരും കേൾക്കണം കേട്ടോ. അല്പനിമിഷം മുമ്പ് അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന ദന്തൽ കോളേജിൽ നിന്ന് അവിടെ പഠിക്കാൻ വന്നൊരു പയ്യൻ ഇപ്പോഴാ ആ ഒരു ഹോസ്റ്റൽ കെട്ടിൽ നിന്ന് ചാടി മരിച്ചിരിക്കുന്നു. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആത്മഹത്യ ചെയ്തത്. അവനെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പുഴുത്ത പട്ടി എന്ന് വിളിച്ചിട്ട് ആക്ഷേപിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പുഴുത്ത പട്ടി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. മരണത്തിന് കാരണം വകുപ്പ് മേധാവിയുടെ ജാതി അധിക്ഷേപം എന്ന് പറഞ്ഞ് ഇപ്പോൾ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട്. വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓരോ മാസത്തെ ഫീസ് ഞങ്ങള് കൊടുക്കാനുള്ള പാട് ഞങ്ങൾക്കറിയാം. ഇന്ന് ഈ ചാനലുകാരോട് എന്തൊരു പറയാം, അവരെല്ലാരും കൂടെ അവനെ കൊന്ന് പ്രിയമായി ഒരു ദളിത് കുടുംബമാണ് സുഹൃത്തുക്കളായിരുന്നു കരയുന്നത്. ഒരു അച്ഛനാണ് ഒരു അമ്മയാണായിരുന്നു കരയുന്നത്. ജാതീയമായ അധിക്ഷേപം സഹിക്കുകയത് ഫസ്റ്റ് ഇയർ മുതൽ തന്നെ ഇവൻ വീട്ടിൽ വന്ന് പറയുമായിരുന്നു അത്ര, ഞാൻ ഞങ്ങോട്ട് പോകുന്നില്ല. ഇവൻ മെറിറ്റിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മാർക്കൊക്കെ വാങ്ങിച്ച് തന്നെയാണ് അവിടെ ജോയിൻ ചെയ്തത്. പക്ഷെ അന്ന് മുതൽ ഇവന് ജാതീയമായിട്ടുള്ള ഭീകരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ അവന് കിട്ടിയിരുന്നു എന്നുള്ളതാണ്. വകുപ്പ് മേധാവിയുടെ ഒപ്പം പഠിക്കുന്ന സുഹൃത്തുക്കളടക്കം ജാതീയമായി അധിക്ഷേപിച്ചു കൊണ്ടിരുന്നു. കറുത്തവനെന്നും അങ്ങനെ പലതരത്തിലുള്ള ജാതി വർത്തമാനങ്ങൾ ഇവനിക്കെതിരെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. കറുത്തവനെന്ന് പറഞ്ഞ് അവരെല്ലാരും അവനെ കൊന്ന് കൊല വിളിച്ച്, പുഴുത്തവനെന്ന് പട്ടിയെന്നും നാറിയെന്നും വിദ്യാർത്ഥിനികളെ കുമ്പയിട്ട് അവരെ എന്തിന് മാനസികമായി പീഡിപ്പിച്ച് കൊന്നവരെ. ആ കോളേജിനെ എന്ത് നിയമ നടപടി എടുത്താലും അവര് പുറത്തു വരും. സിദ്ധാർത്ഥനെ കൊന്നവര് പുറത്തു വന്നില്ലേ? പിന്നെ യവന്മാരെല്ലാം അതിനകത്ത് പണച്ചാക്കേടാണ് 3-4 പ്രാവശ്യം അനുഭവിച്ചത്. എങ്ങനെയുണ്ട് ആ അച്ഛന്റെ വേദന ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കേരളത്തില് ജാതി എന്ന് പറയുന്ന സംഗതി ഇപ്പോഴും അവസാനിച്ചിട്ടൊന്നുമില്ല. അത് ഏറെയും കുറഞ്ഞും പലയിടത്തും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ്, ജാതി ഉള്ളതിനെ കുറിച്ചിട്ടാണ് വേടനൊക്കെ പാട്ടുപാടിയത്. ഞാൻ പാണല്ല പറയാനല്ല, നീ നമ്പുരാനുമല്ല, ആണെങ്കിൽ എനിക്കൊരു മൈരുമില്ല എന്നൊക്കെ വേടനെപ്പോലുള്ള ആളുകളൊക്കെ പാടിയത് ഇത്തരം ജാതീയത അതിഭീകരമായിട്ട് നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടാണ്. ഇപ്പോൾ നോക്കൂ, ഒരു ചെറു പയ്യൻ അങ്ങനെ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് 3 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയിട്ട് ആത്മഹത്യ ചെയ്യാൻ തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് അവനെ എന്തുമാത്രം അവന്റെ സഹപാഠികൾ എന്ന് പറയപ്പെടുന്ന നാറികൾ അവരൊക്കെ ഇവനെ അതിഭീകരമായിട്ട് മാനസികമായിട്ട് ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നാറുകൾ എന്തുമാത്രം ഈ പയ്യനെ പീഡിപ്പിച്ചിട്ടുണ്ടായിരിക്കും മാനസികമായിട്ട്. അതിനകത്തിട്ട് കറക്കിയിട്ടുണ്ടാവുമാര് 3 അധ്യാപകരാണ് അവരെ കൊന്നത്. അവർക്കെതിരെ നടപടി എടുത്തേ പറ്റുള്ളൂ. എന്ത് ശിക്ഷ വേണമെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ. പണസ്വാധീനത്തിൽ അവർ രക്ഷപ്പെടും. പക്ഷെ ഒരു വിദ്യാർത്ഥിക്കും ഇങ്ങനെ ഉണ്ടാവില്ല. മേലിൽ കൂലിപ്പണിയെ കഷ്ടപ്പെട്ട് ഓരോ മാസത്തെ ഫീസ് ഞങ്ങള് കൊടുക്കാനുള്ള പാട് ഞങ്ങൾക്കറിയാം. എന്നിട്ട് അവര് കോളേജുകാർ പറഞ്ഞു അവരെ അതിന്റെ പോലും എന്തൊരു ഭീകരത എന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് മനസ്സിലാക്കാത്തത് ആ വകുപ്പ് മേധാവിയുടെ ഫോട്ടോ ഇവിടെ ഇവനെ ആക്ഷേപിച്ചെന്ന് പറയപ്പെടുന്ന ആ സുഹൃത്തുക്കളുടെ ഫോട്ടോ എന്താ പുറത്തു വിടാത്ത? ഇതൊക്കെയല്ലേ നമ്മൾ കാണേണ്ടത്? അത്ര നാറുകളല്ലേ പുറത്തു വരേണ്ടത്? എൻ്റെ കുട്ടിയെ പുഴുത്ത പട്ടി എന്നാണ് വകുപ്പ് മേധാവി വിളിച്ചിരുന്നത്. സീനിയേഴ്സ് മോനെ റാഗ് ചെയ്തു, എല്ലാവരും കൂടി എൻ്റെ കുഞ്ഞിനെ കൊന്നു. എന്നിട്ട് ജാതി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ വല്ല വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടി എൻ്റെ നെഞ്ചത്തേക്ക് കയറുക. ഇതിങ്ങനെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ ജാതീയതയും മറ്റൊക്കെ നിർത്തലാക്കിയതും ആ സംഗതിയൊക്കെ എതിർത്ത് സാംസ്കാരികമായിട്ട് നമ്മൾ വളർന്നു എന്ന് പറഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ കേരളം മുന്നോട്ട് പോവുകയാണല്ലോ അല്ലേ?